എന്താണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രശ്നമല്ല. എന്താണ് നിങ്ങൾ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നത്, നിങ്ങൾ എത്തിച്ചേർന്നത് നിങ്ങളുടെ ചില മുറിവുകളിലൂടെയാണ്, ചില വേദനകളിലൂടെയാണ്, ചില ചിന്തകളിലൂടെയാണ്, ചില വിഷമങ്ങളിലൂടെയാണ്, ചില സങ്കടങ്ങളിലൂടെയാണ്. അവിടെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഇരുട്ടിന്റെ രഹസ്യം? നൂറ്റാണ്ടുകളായി മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സീക്രട്ടാണ്. എന്താണ് വെളിച്ചം, എന്താണ് ഇരുട്ട്? ഇരുട്ടിന്റെ നിഗൂഢത എന്താണ്? മുൻഗാമികളായ വിശുദ്ധന്മാരും സന്യാസി വര്യന്മാരും ഔലിയാക്കളും ഒക്കെ പറയുന്നത് ഇരുട്ട് എന്ന് പറയുന്നത് ഒരിക്കലും വെളിച്ചത്തിന്റെ അഭാവമല്ല, മറിച്ച് വെളിച്ചം ജനിക്കുന്ന സ്ഥലമാണ് എന്നാണ് പറഞ്ഞത്. വെളിച്ചം ജനിക്കുന്ന സ്ഥലം. ഇരുട്ടിനുള്ളിലും ഒരു വെളിച്ചമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ വിചാരിക്കും ഈ വെളിച്ചം മാത്രമാണ് നല്ലത്. നമ്മൾ വിചാരിക്കും ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായതാണെന്ന് വിചാരിക്കും. സത്യത്തിൽ നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, വേദനകൾ, ഇതെല്ലാം ഒരു ജസ്റ്റ് ഒന്ന് വന്നു പോകുന്നത് മാത്രമാണ്. അതൊരു ശിക്ഷയോ, നമുക്ക് വരുന്ന ശിക്ഷയോ ഒന്നും അല്ലാതെ എനിക്ക് മാത്രം എന്താണ് ദൈവമേ ഇങ്ങനെ, അങ്ങനെയൊന്നുമില്ല. സത്യത്തിൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ദിവ്യത്വം എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന ഒരു നിധിയാണ്. നമ്മൾ ഇരുട്ടിനെ മാത്രം ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്കതിനെ കാണാൻ പറ്റില്ല. ഇരുട്ടിനെ മാത്രം ശ്രദ്ധിക്കുമ്പോൾ ആ ഇരുട്ടിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ വിശാലത, ഇരുട്ടിന്റെ വിശാലത നമുക്ക് മനസ്സിലാവും. നിങ്ങൾ രാത്രി ഒന്ന് ആകാശത്തിലോട്ടൊന്ന് നോക്കിയിരുന്നാൽ മതി. നല്ല നിലാവുള്ള, നല്ല ചന്ദ്രനുള്ള, നല്ല നക്ഷത്രങ്ങളുള്ള ഒരു ദിവസം, വിശാലമായ, നിങ്ങളിതൊന്നും കണ്ടിട്ടുണ്ടാവില്ല വർഷങ്ങളായിട്ട്. നിങ്ങളുടെ ചെറുപ്പത്തിൽ കണ്ടതായിരിക്കും. ഇപ്പൊ എല്ലാവരും മൊബൈലിനകത്ത് നോക്കിയല്ലേ ഇരിക്കുന്നത്. തെളിഞ്ഞ ആകാശം തന്നെ, പകലുള്ള ആകാശം തന്നെ കാണാനുള്ള, പിന്നെയാണ് രാത്രിയുള്ള ആകാശം. ഒരിക്കൽ ഇരുണ്ട വനത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ ഒരു അന്വേഷകന്റെ കഥയുണ്ട്. സ്വന്തം വീട് അന്വേഷിച്ച്, വീട് വഴിതെറ്റിപ്പോയി അന്വേഷിച്ച് കടന്ന് ഇങ്ങനെ ഭയങ്കര കഷ്ടമായി. ലാസ്റ്റ് അവൻ കരയാൻ തുടങ്ങി. ദൈവമേ, എന്തിനാണ് എന്നെ നീ ഇരുട്ടിൽ ഉപേക്ഷിച്ചത്? ഉടനെ അവന്റെ മനസ്സിൽ ഒരു ഒരു ശബ്ദം, കുഞ്ഞെ, നിന്റെ ഉള്ളിലേക്ക് നീ നോക്കൂ. നീ അന്വേഷിക്കുന്ന വെളിച്ചം പുറത്തല്ല, നിന്റെ ഹൃദയത്തിനകത്താണ്. അതാണ് സത്യം. നിങ്ങളുടെ പ്രകാശം കുടികൊള്ളുന്നത്, നിങ്ങളുടെ ഉള്ളിലെ തീ കുടികൊള്ളുന്നത്, നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം, ചൂട്ട് കുടികൊള്ളുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. അത് കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇരുട്ടും പ്രശ്നമല്ല. എല്ലായിടത്തും നിങ്ങൾക്ക് പ്രകാശം കിട്ടും. പ്രകാശമാണ് കിട്ടുന്നത്. വെളിച്ചം എന്നതിനപ്പുറത്ത് വേറൊരു വാക്കുണ്ട്, വെളിച്ചം. അതായത് ഈ പകൽ വെളിച്ചത്തിനേക്കാൾ അപ്പുറത്തുള്ള ശക്തിയുള്ള ഒരു വെളിച്ചം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ വെളിച്ചമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. അവിടെയാണ് നമ്മുടെ തിരിച്ചറിവ്. ആ വെളിച്ചത്തെയാണ് നമ്മളിവിടെ ഊതി കത്തിക്കുന്നത്. ഊതി 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 ഒരു കനലേ ഉള്ളൂ ബാക്കി, ഒരു തരി കനൽ. ആ കനലിനെയാണ് നമ്മൾ ഈ മിറാക്കിൾ മോർണിംഗ് ട്രാവലിലൂടെ നമ്മൾ ഊതി കത്തിക്കുകയാണ് നിങ്ങൾ. അപ്പോ നിങ്ങൾ കരിക്കട്ടിയായി കിടക്കുന്ന നിങ്ങൾ തിളങ്ങുന്ന ഒരു പ്രകാശമായി മാറും. നമ്മൾ വിചാരിക്കേണ്ടത് ഈ പറയുന്ന ദുഃഖവും സങ്കടവും വിഷമവും ദേഷ്യവും കോപവും ഇതൊന്നും പാപോ അല്ലെങ്കിൽ ഭൂതങ്ങളോ ഒന്നുമല്ല. നിങ്ങളെ ഒന്ന് ഉണർത്താൻ, നിങ്ങളുടെ ആത്മാവിനെ തൊട്ടുണർത്താൻ വന്നിരിക്കുന്ന